നമസ്കാരം, ഞാൻ ശാലുവിനും എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നിവിടെ 2 ടൈപ്പ് ലെമൺ ജ്യൂസ് എങ്ങനെ തയ്യാറാക്കും നോക്കാം. ഒന്ന് ഒരു സ്വീറ്റ് ലെമൺ ജ്യൂസാണ്, ഒന്ന് നമ്മൾ ഉപ്പിട്ടിട്ടുള്ള ലെമൺ ജ്യൂസാണ്. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് നമ്മളിത് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എന്തൊക്കെ സാധനങ്ങൾ വേണം നമുക്ക് ആദ്യം നോക്കാം. നമുക്ക് ആവശ്യത്തിന് നാരങ്ങ വേണം. ഞാനിവിടെ 2 നാരങ്ങയാണ് എടുക്കുന്നത്. പിന്നെ തണുത്ത വെള്ളം വേണം, പഞ്ചസാര ആവശ്യത്തിന്, പിന്നെ നമുക്ക് ഐസ് ക്യൂബ്സ് വേണം, 2 ഏലക്കായ വേണം. ഞാനിവിടെ നാരകത്തിൻ്റെ ഇല, തളിർന്ന ഇലയാണ് കേട്ടോ, അത് മൂത്ത ഇലയല്ല, അതൊരു 2-3 എടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് എടുത്താൽ മതി. പക്ഷേ ഇത് നമ്മുടെ ലെമൺ ജ്യൂസിന് നല്ലൊരു ടേസ്റ്റ് തരും. ഈ നാരകത്തിൻ്റെ ഇല നിങ്ങൾക്കില്ല, അല്ലെങ്കിൽ ഇടാൻ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുതിന ഇല ഇതിലിടാം. ഈ 2 ഇലകൾ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഈ ജ്യൂസ് നല്ലതുപോലെ വരും. നമുക്കിനി ഒരു നാരങ്ങ ചെറിയ ചെറിയ പീസസ് ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വയ്ക്കാം. മറ്റൊരു നാരങ്ങ നമുക്കിങ്ങനെ 2 ആയിട്ട് കട്ട് ചെയ്ത് ജ്യൂസ് എടുക്കാൻ വേണ്ടിയിട്ട് അതും നമുക്ക് അങ്ങനെ വയ്ക്കാം. ഇനി നമുക്കൊരു മിക്സി എടുത്ത് അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 3 ടീസ്പൂൺ പഞ്ചസാര ഇടുന്നുണ്ട്. കുറച്ചുകൂടെ പഞ്ചസാര ഇടുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. 2 ഏലക്ക എടുത്ത് വെച്ചിരിക്കുന്നതും ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്കിത് 2 കൂടെ ഒന്ന് പൊടിച്ചെടുക്കാം. ഞാനിവിടെ ബ്രൗൺ ഷുഗറാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ടാണ് ഈ കളറിലിരിക്കുന്നത്. ഇതൊന്ന് പൊടിഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന നാരകത്തിൻ്റെ 2 ഇല ഇട്ട് കൊടുക്കാം. ഒരു 5-6 പീസ് നാരങ്ങ മുറിച്ചതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഐസ് ക്യൂബ്സും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് തണുത്ത വെള്ളം, ഞാനിവിടെ ഒരു 2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്, അതുകൂടെ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഒരുപാട് തണുപ്പ് വേണ്ടാന്നുണ്ടെങ്കിൽ ഐസ് ക്യൂബ്സ് ഇടേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ നോർമൽ വെള്ളം ഒഴിച്ചാലും മതിയാവും കേട്ടോ. ഇനി നമുക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഞാനത് ബ്ലെൻഡ് ചെയ്തിട്ട് ഇതിൻ്റെ പുളിപ്പ് നോക്കിയപ്പോൾ കുറച്ച് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മുറിച്ച് വെച്ചേക്കുന്ന നാരങ്ങയുടെ നീര് കുറച്ച് ഇതിൽ ആഡ് ചെയ്തിട്ട് നമുക്കിതൊന്നുകൂടെ ഒന്ന് അടിച്ചെടുക്കാം. ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ലെമൺ ജ്യൂസ് തയ്യാറായി കഴിഞ്ഞു. നമ്മുടെ ഈ സ്വീറ്റ് ലെമൺ ജ്യൂസ് നമുക്കിനി ഒന്ന് അരിച്ചെടുക്കണം. ഏലക്കയും നമ്മൾ അതേപോലെ തന്നെ നാരങ്ങ പീസാക്കി ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അത് മുഴുവനായിട്ട് എന്തായാലും അടിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് അരിച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും, ആ നാരങ്ങയുടെ പീസസൊക്കെ കംപ്ലീറ്റ് ആയിട്ട് അതിൽ അരഞ്ഞിട്ടില്ല. അത് കുഴപ്പമില്ല, അതങ്ങനെ കിടന്നാലും പ്രശ്നമൊന്നുമില്ല. നമുക്കൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. നിങ്ങളിങ്ങനെ നാരങ്ങയുടെ ആ പീസ് അങ്ങനെ കട്ട് ചെയ്തിട്ടില്ലെങ്കിലും നാരങ്ങയുടെ പുറത്തെ തൊലി ഉണ്ടല്ലോ, നാരങ്ങ ഒന്ന് വാഷ് ചെയ്തിട്ട് അതൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ടാലും മതിയാവും, നമുക്ക് ആ ഫ്ലേവർ കിട്ടും. ഞാനിവിടെ എന്തായാലും ഇത് കട്ട് ചെയ്താണ് ഇട്ടേക്കുന്നത്. ബാക്കിയുള്ള ജ്യൂസൂടെ നമുക്ക് ഒഴിച്ചിട്ട് അരിച്ചെടുക്കാം. അപ്പം നാരങ്ങയും നമ്മുടെ ഏലക്കയൊക്കെ അരിപ്പയിൽ വന്നിട്ടുണ്ട്. ഞാനിവിടെ ബ്രൗൺ ഷുഗർ യൂസ് ചെയ്തതുകൊണ്ടാണ് ഈ കളറിലിരിക്കുന്നത്. നമ്മുടെ നോർമൽ വൈറ്റ് ഷുഗർ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ വൈറ്റ് കളറിൽ തന്നെ ഈ ജ്യൂസ് ഇരിക്കും, പക്ഷേ ടേസ്റ്റ് ഡിഫറൻസ് ഒന്നുമില്ല. ഇനി നമുക്ക് ഈ ജ്യൂസ് ഒരു മേസൺ ജാറിൽ ഒഴിക്കാം. അതിനു മുമ്പേ നമുക്ക് ഒരു നാരങ്ങയുടെ പീസ് എടുത്തിട്ട് അതിൻ്റെ ജ്യൂസ് അതിൻ്റെ മുകളിലെ വശങ്ങളിലൊക്കെ ഒന്ന് നമുക്ക് തേച്ച് കൊടുക്കാം. ഇനി ഒരു പ്ലേറ്റിൽ കുറച്ച് പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ പഞ്ചസാരയിലേക്ക് നമുക്ക് ഈ ഗ്ലാസിൻ്റെ അല്ലെങ്കിൽ മേസൺ ജാറിൻ്റെ മുകൾ ഭാഗം ഒന്ന് പുരട്ടി കൊടുക്കാം. അപ്പോൾ ജ്യൂസും അതേപോലെ നമ്മളുടെ പഞ്ചസാരയൊക്കെ കൂടെ നല്ലൊരു ഡെക്കറേഷൻ ഈ ജ്യൂസിന് കൊടുക്കും. ഇനി നമുക്ക് ഈ ജാറിലേക്ക് ആവശ്യത്തിന് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മേലെ നമുക്ക് ലെമൺ ജ്യൂസ് ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ സ്വീറ്റ് ലെമൺ ജ്യൂസ് തയ്യാറായി കഴിഞ്ഞു. ഇത് ഒഴിക്കുന്നതിന് മുമ്പേ വേണമെങ്കിൽ നിങ്ങൾ ഐസ് ക്യൂബ്സിന് മുമ്പേ കുറച്ച് ഒരു 2 ടീസ്പൂൺ പഞ്ചസാര കൂടെ ആഡ് ചെയ്തിട്ട് ഐസ് ക്യൂബ്സ് ഇടുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മേലെ നമുക്ക് ഈ ജ്യൂസ് ഒഴിച്ച് കൊടുത്തിട്ട് കുടിക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ. ഇനി നമുക്കിത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് റൗണ്ടിൽ ഒരു ലെമൺ പീസ് കട്ട് ചെയ്തിട്ട് അതിൻ്റെ സൈഡ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് നമുക്കതിൻ്റെ മേലെ ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ അത് കാണാൻ തന്നെ ഒരു നല്ല ഭംഗി ഉണ്ടാവും. നമുക്കിനി ഇതിലേക്കൊരു സ്ട്രോ കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ലെമൺ ജ്യൂസ് തയ്യാറായി കഴിഞ്ഞു.
ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ലെമൺ ജ്യൂസാണ്. ഒരു പ്രത്യേക ടേസ്റ്റ് തരും. നമ്മൾ സാധാരണ വെള്ളവും നമ്മുടെ നാരങ്ങ നീരും പഞ്ചസാരയും മാത്രം ഇടുന്നതിനേക്കാളും ഇങ്ങനെ നിങ്ങളിതെല്ലാം കൂടെ മിക്സിയിലിട്ടൊന്ന് അരിച്ചെടുക്കുകയാണെങ്കിൽ വളരെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഈ നാരങ്ങ വെള്ളത്തിന് കേട്ടോ. ഇത് നല്ലൊരു വെൽക്കം ഡ്രിങ്കാണ്. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, അതിന് നമ്മൾ ഐസ് ക്യൂബ്സ് ഇടുന്നതിന് മുമ്പേ 2 ടീസ്പൂൺ പഞ്ചസാര കൂടെ ഇടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സ്ട്രോ ഇട്ട് ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കിയിട്ട് കുടിക്കുമ്പോൾ നമുക്ക് പഞ്ചസാര ഒന്ന് കടിക്കാൻ കിട്ടും വായിൽ. അപ്പോൾ ഈ ലെമൺ ജ്യൂസിന് കുറച്ചുകൂടെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് ഷുഗർ ഇഷ്ടമില്ലാത്തവർക്ക് നമുക്ക് ഉപ്പിട്ടിട്ട് വ്യത്യസ്തമായ രീതിയിൽ ഒരു നാരങ്ങ വെള്ളം എങ്ങനെ തയ്യാറാക്കാം നോക്കാം. അതിനായിട്ട് ഒരു കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തിട്ടുണ്ട്, 4-5 പീസ് ചെറിയ ലെമൺ എടുത്തിട്ടുണ്ട്, പിന്നെ നാരകത്തിൻ്റെ ഇല 2 എണ്ണം, പിന്നെ നാരങ്ങ പകുതി മുറിച്ചതൊന്ന്, ഐസ് ക്യൂബ്സ് വേണം, വെള്ളം വേണം, ഉപ്പ് വേണം. ഇനി നമുക്ക് ഒരു മിക്സി എടുത്ത് അതിലേക്ക് ആദ്യം ചതച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചിയും നാരകത്തിൻ്റെ ഇലയും പിന്നെ 5-6 കഷ്ണം ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നാരങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം. ഈ നാരകത്തിൻ്റെ ഇലയ്ക്ക് പകരം നിങ്ങൾക്ക് പുതിനയില ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ കഷ്ണം പച്ചമുളകോ അല്ലെങ്കിൽ ഒരു കാന്താരി ഇട്ട് കൊടുക്കാം. ആ ഒരു എരിവ് നമ്മളുടെ ഇതിന് നല്ലൊരു കിക്ക് തരും, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്കിതിലേക്ക് ഐസ് ക്യൂബ്സും ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ലെമൺ ജ്യൂസ് ഒഴിക്കാം. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ലെമണിൽ നിന്ന് കുറച്ച് ജ്യൂസ് പിഴിഞ്ഞ് അതിലേക്ക് ഒഴിച്ചിട്ട് ഇതെല്ലാം കൂടെ നല്ലതുപോലെ മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ. ഇനി നമുക്കിത് മുമ്പ് ചെയ്തതുപോലെ തന്നെ ഫിൽറ്റർ ചെയ്യാണ് വേണ്ടത്. അതിനായിട്ട് നമുക്ക് ഒരു അരിപ്പ വെച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് ഇത് അരിച്ചെടുക്കാം. ഈ നാരങ്ങയുടെ കഷ്ണങ്ങളും ഇഞ്ചിയും ഒക്കെ ഈ അരിപ്പയിൽ വരും. ആ പച്ചമുളകോ കാന്താരിയോ ഇടുകയാണെന്നുണ്ടെങ്കിൽ അത് ഫുള്ളായിട്ട് അരിഞ്ഞിട്ടില്ലെങ്കിൽ അതിൻ്റെ ആ ഒരു തൊലിയും ഇതിൻ്റെ അരിപ്പയിൽ വരുന്നതാണ് കേട്ടോ. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അത് കൊടുക്കുക. അത് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പച്ചമുളക് കാന്താരി ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇടുകയാണെങ്കിൽ തന്നെ ഒരു ചെറിയ പീസ് ഇട്ടാൽ മതി. ഇനി നമുക്ക് മുമ്പ് ഗാർണിഷ് ചെയ്തതുപോലെ തന്നെ ആദ്യം നമുക്കൊരു ലെമണിൻ്റെ പീസ് എടുത്തിട്ട് നമ്മുടെ മേസൺ ജാറിൻ്റെ മേലെ ഒന്ന് നല്ലതുപോലെ ഒന്ന് തേച്ച് കൊടുക്കാം. ഇനി അപ്പോൾ പഞ്ചസാര എടുത്ത പോലെ ഇപ്പോൾ നമുക്ക് ഉപ്പാണ് എടുക്കുന്നത്. ഒരു പ്ലേറ്റിൽ ഉപ്പ് വെച്ചിട്ട് നമുക്ക് ഈ മേസൺ ജാറിൻ്റെ മുകൾ ഭാഗം ഒന്ന് നമുക്ക് തേച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 ഐസ് ക്യൂബാണ് ഇടുന്നത്. ഇനി അതിൻ്റെ മേലെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ലെമൺ ജ്യൂസ് ഇത് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഗാർണിഷ് ചെയ്യാനായിട്ട് റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് സൈഡ് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ള ഒരു ലെമൺ പീസ് വയ്ക്കാം. ഇങ്ങനെ തന്നെ വെച്ചാലും മതി. കുറച്ചുകൂടെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാനൊരു നാരകത്തിൻ്റെ ഇല കൂടെ അതിൻ്റെ മേലെ വെക്കുന്നുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ മേലെ ഒരു പുതിന ഇല വെച്ചാലും മതിയാവും കേട്ടോ. പിന്നെ നമുക്ക് ഒരു സ്ട്രോയും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ രണ്ടാമത്തെ ലെമൺ ജ്യൂസ് ഉപ്പിട്ടിട്ടുള്ളത് റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. ഈ കാണുന്നത് പോലെ തന്നെ ടേസ്റ്റിയാണ് ഈ 2 ലെമൺ ജ്യൂസും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് എന്തായാലും 2 രീതിയിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാകുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.